അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചായ പലഹാര വിശേഷങ്ങളാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഗോതമ്പിൻ്റെ പുട്ട്, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ട്, പിന്നെ ഗ്രീൻ പീസിൻ്റെ പച്ചമുളകും തേങ്ങയൊക്കെ അരച്ച കറിയാണ്. അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം ഇന്ന് രാവിലെയാണ്, നല്ല മഞ്ഞൊക്കെ ഉള്ള ദിവസമാണ് ഇന്ന്. പൂച്ചക്കുട്ടികളൊക്കെ രാവിലെ എണീറ്റുണ്ട്, നല്ല മഞ്ഞുണ്ട്. ഒരു വൃശ്ചിക മാസത്തിലെ മഞ്ഞ്. ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഗോതമ്പിൻ്റെ പുട്ട് പിന്നെ എളുപ്പമാണ്. അപ്പോൾ കറി ആദ്യം അത് തുറന്നാണ്. നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ്, പിന്നെ അതിലേക്കുള്ള മറ്റ് ചേരുവകൾ കുറഞ്ഞ കഷ്ണങ്ങളേ ഉള്ളൂ. നമ്മൾ വലിയ ഉള്ളിയുണ്ട്, പിന്നെ ക്യാരറ്റ്, പിന്നെ പച്ചമുളക് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അത് പച്ചമുളക് ചേർത്തിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത്. പിന്നെ കഷ്ണങ്ങൾ ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. ഇത് നല്ല ഇങ്ങനെ പച്ചമുളക് അരച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഈ കറി. മസാല അരച്ച് വെക്കാം. അപ്പോൾ പിന്നെ തക്കാളിയും കിഴങ്ങൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ എന്നാണ്ട് നുറുക്കി കഴിഞ്ഞു. ഇതിനി വേവിച്ചെടുക്കണം കുക്കറിൽ. അതും ഉള്ളി, ക്യാരറ്റ്, അത് നമുക്ക് മഞ്ഞപ്പൊടി ലേശം ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നമുക്ക് അത് ഇനി വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചേർക്കാം, അത് അരയ്ക്കാനുള്ളത്. നമുക്ക് പച്ചമുളക് ഒരു 4-5 പച്ചമുളക് ഉണ്ട്, അങ്ങനെ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ. ഇത് അരച്ചെടുക്കണം, ഇവിടെ അരച്ച് വെക്കാം. ഒരു 8 വിസിൽ കൂക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ വെള്ളം കണ്ടോ ഒക്കെ വെച്ചത് വളരെ പാകത്തിനാണ്. അതിലേക്ക് ഇനി നമുക്ക് അരച്ചു വെച്ചത്, പിന്നെ ചെറിയ തീയിൽ ഒന്ന് കത്തിച്ചിട്ട് അരച്ചു വെച്ചത് അത് അതിൽ ചേർക്കാം. നല്ലോണം കുറുക്കി വരുത്, അങ്ങനെ നല്ല കുറുക്കിയിട്ട് തന്നെയാണ് അരച്ചത്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില ചേർക്കാം. വളരെ എളുപ്പമുള്ള കറിയാണ്, നമുക്ക് വേറെ വറവിടണമൊന്നുമില്ല. പിന്നെ പച്ച വെളിച്ചെണ്ണ അത് അതിലേക്ക് തുളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി. അത്യാവശ്യം നല്ല കുറുകിയ കറി തന്നെയാണ്. അതിനിപ്പോൾ ഇപ്പം തന്നെ കഴിക്കുമല്ലോ, അധികം സമയം ആവില്ല, അപ്പോൾ കഴിക്കും. അങ്ങനെ കുറുകിയ കറി. ഇനി നമ്മൾ ഗോതമ്പിൻ്റെ പുട്ട്, ഇനിയിപ്പോൾ അത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി നമ്മൾ സാധാരണ പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ തന്നെ ഉപ്പുവെള്ളത്തിലൊന്ന് നനച്ചെടുക്കാം. തേങ്ങ ഇവിടെ ചെറിയതുണ്ട്, അത് പിന്നെ ഒന്ന് വേണമെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ ആ കട്ടയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, പൊടിയിലുള്ള ആ നനച്ചത്. അപ്പോൾ ഇത് ഇനി നമുക്ക് ആവി കയറ്റിയിട്ട് എടുക്കാം. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി കയറ്റിയൊക്കെ എടുത്തു, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ അരിൻ്റെ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗോതമ്പിനെ വെച്ച് നമുക്ക് പൊടി, പിന്നെ എളുപ്പമാണിത്. വേണമെങ്കിൽ പഴം പുഴുങ്ങിയത് ഒക്കെ പറ്റും. ഓട്സ് കൊണ്ടും റാഗി കൊണ്ടും ഒക്കെ ഉണ്ടാക്കുമല്ലോ പുട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിലേക്ക് ചായ, അതും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ചായ കുടിക്കാനുള്ള സമയമായി. ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ആയി. നേരത്തെയാണ് ഞങ്ങൾക്ക്. അമ്മയ്ക്ക് ഏതായാലും കൊടുക്കാം. അമ്മയ്ക്ക് പിന്നെ ഒരു കഷ്ണം.
അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ചായ പലഹാരം. എന്ന് വെച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ നൂൽപുട്ടും ഉണ്ടാക്കാം. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ നൂൽപുട്ടും ഉണ്ടാക്കലുണ്ട് കുഴച്ചുകൊണ്ട്. അതും ഇതുപോലെ തന്നെ രസമാണ് കഴിക്കാൻ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.